രാത്രി നന്ദു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്തൊക്കെയോ പിച്ചും പേയും പറയുകയായിരുന്നു. ഇടയ്ക്ക് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനൊക്കെ സംഭവിച്ചോ? എന്നാ ഞങ്ങളെ ഒന്ന് അറിയിക്കാത്ത എന്താ മോളെ? ഞാൻ ആലോചിച്ചതാ. പിന്നെ കരുതി അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. എന്ത് ബുദ്ധിമുട്ട്? സിദ്ധുവും രാത്രി പറയായിരുന്നു നന്ദന്റെ കാര്യം. ഇങ്ങനെ ഇതുവരെ അവനൊരു അസുഖം വന്നിട്ടില്ല. ചിലപ്പോ എന്തെങ്കിലും കണ്ട് പേടിച്ചതുകൊണ്ടാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ നല്ല പനിയുണ്ടമ്മ. ആശുപത്രി പോണ്ടെന്നും പനി തനിയെ മാറിക്കോളൂന്നൊക്കെയാ നന്ദു പറയുന്നേ. ഇന്നലെ രാത്രി മുതല് നല്ല ടെൻഷനിലായിരുന്നു നന്ദൻ. രാത്രി കെവിനെ കാണാനെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതല്ലേ. നമ്മള് തടഞ്ഞതുകൊണ്ടല്ലേ അവൻ പോവാത്തത്. മോളെന്താ ആലോചിക്കുന്നേ? അമ്മേ, എന്റെ ഒരു സംശയമാ. എന്താ മോളെ? അച്ഛൻ പറഞ്ഞതുപോലെ നന്ദുവിന് എന്തോ ഒരു പേടി പിടികൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നന്ദു ഒരു പ്രശ്നത്തിന്റെ നടുവിലാ. പെരുമാറ്റത്തിലെ പൊരുത്തക്കേടുകളൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇന്നലെ രാത്രി തന്നെ കണ്ടില്ലേ, പുറത്തു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചിട്ട് പോലും മറുപടി ഒന്നുമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പ്രശ്നവും പേടിയും ഒക്കെ വരാൻ ഇപ്പോ ഒരു കാരണമില്ലല്ലോ. അതും നേരാ. എന്തായാലും പനി കുറയുന്നുണ്ടോന്ന് നോക്കാം. ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോവാ. അങ്ങനെ നോക്കിയിരിക്കണ്ട, ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഞാനും അച്ഛനും വരാം. വേണ്ടമ്മേ, എല്ലാരും കൂടി വന്നാ നന്ദോനത് ടെൻഷൻ ഉണ്ടാക്കും. എന്നൊരു കാര്യം ചെയ്, മുരളിയും കൂട്ടി മോള് പോയിട്ട് വാ. ഡോക്ടർ ജോർജിനെ കാണിച്ചാ മതി. മോൾക്ക് അത്യാവശ്യം എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഇന്ന്? ഉണ്ട്. രാവിലെയുള്ള മീറ്റിങ്ങുകളൊക്കെ മാറ്റി. ഷാരിയുടെ കോളേജിലൊന്ന് പോണം. ആശുപത്രി കൊണ്ടുവേണ്ടി വരികയാണെങ്കിൽ അത് കഴിഞ്ഞ് കോളേജിൽ പോവാ. ഞാനെന്തായാലും റൂമിലോട്ട് ചെല്ലട്ടെ. അല്ല, ഇനി നോക്കിയിരിക്കണ്ട, ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. മോള് മുരളിയെ വിളിച്ചു പറ. ചെല്ല്. ഹലോ, ഞാൻ പ്രഭാവതിയാണ്, ചന്ദ്രോത്തെ. ഇന്ന് ഡോക്ടർ ജോർജിന് OP ഉണ്ടോ? ഓ ശരി. ഡോക്ടറോടൊന്ന് പറഞ്ഞേക്ക്, ഞാൻ വിളിച്ചോളാം. മാഡം, മാഡം, എന്താ മാഡം ഗേറ്റും ഡോറും ഒക്കെ തുറന്നിട്ടിട്ട് റൂമിലിരിക്കുക? ഞാൻ എത്ര വട്ടം വിളിച്ചു. ഡോറടയ്ക്കാൻ മറന്നുപോയി. വല്ലാത്ത തലവേന, ഒന്ന് കിടക്കുകയായിരുന്നു. എന്താ മാഡം ക്ഷീണിച്ച് വല്ലാതിരിക്കുന്നല്ലോ? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? മാഡം പനി വല്ലതുമാണോ? ഡോക്ടറെ കാണണോ? എനിക്ക് ഋഷിയെ കാണണം CP. എന്താ മാഡം? CP ചോദിച്ചത് നേരാ. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ശരിക്കും ഉറങ്ങിയിട്ട് കൂടിയില്ല. എനിക്ക് ഋഷിയെ കാണണം. അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. മനസ്സിന് വല്ലാത്തൊരു പേടി. എന്തൊക്കെ സംഭവിച്ചാലും അവൻ എന്നെ വിളിക്കാതിരിക്കില്ല. ഇന്നലെ ഇടയ്ക്ക് ഞാനൊന്ന് മയങ്ങി. അപ്പൊ അവൻ എന്റെ സ്വപ്നത്തിൽ വന്നു. അവൻ കരയുന്ന പോലെ എനിക്ക് തോന്നിയേ. എനിക്ക് എന്റെ ഋഷിയെ കാണണം. അവൻ എന്റെ അടുത്ത് വരണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ. എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടാണെങ്കിലും മാഡത്തെ സമാധാനിപ്പിച്ചേ പറ്റൂ. CP, എനിക്ക് ഋഷിയെ കാണണം. അവൻ എവിടെയാ എന്താന്നൊന്നും എനിക്ക് അറിയണ്ട. അവൻ എന്റെ മുമ്പിൽ വരണം. അല്ല മാഡം,
ഞാനൊരു വിവരം പറയാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്താ സിപി? ഋഷി എന്നെ വിളിച്ചിരുന്നു. ഋഷി സിപി വിളിച്ചെന്നോ? സത്യമാണോ? അതെ മാഡം, കുറച്ചു നേരം സംസാരിച്ചു. എന്നിട്ടെന്താ അവൻ എന്നെ വിളിക്കാഞ്ഞേ? കുറ്റബോധം. മാഡവുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടല്ലേ പോയത്. ഋഷിക്ക് ഇവിടെ നിൽക്കണമെന്നായിരുന്നല്ലോ ആഗ്രഹം. മാഡം നിർബന്ധിച്ചയച്ചതല്ലേ. മാഡത്തെ എതിർത്ത് സംസാരിച്ചതിൽ ഋഷിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണോ ഋഷി വിളിക്കാത്തെ? അതെ. പാവം. എന്തായാലും അവന് കുറ്റബോധം തോന്നിയല്ലോ, അത് മതി. ഇനി ഞാനൊന്ന് അവനെ വിളിക്കാം. വേണ്ട മാഡം. എന്താ സിപി? അല്ല, ഋഷിയുടെ മൊബൈലിന് എന്തോ തകരാറ് പറ്റി. കൂട്ടുകാരന്റെ നമ്പറിൽ നിന്നാ വിളിച്ചത്. എന്തായാലും മാഡം വിഷമിക്കണ്ട, 2 ദിവസത്തിനുള്ളിൽ ഇങ്ങ് വരും. ഈശ്വര, ഇത് കേട്ടപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തേ. 2 ദിവസത്തിനകം വരുമായിരിക്കും അല്ലേ? ആ, എനിക്ക് അവനൊന്ന് കാണണം. അവനെ തല്ലിയതിനൊക്കെ അവനോട് ക്ഷമ പറയണം. അവൻ വരും മാഡം. ഞാൻ താഴെ ഇരിക്കാം, കുറച്ച് ഫയലുകളിൽ സൈൻ ചെയ്യാനുണ്ട്. ശരി. പാവന്റെ കുഞ്ഞ്, എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. അച്ഛാ, മോളെ ഇറങ്ങായോ? ആ അച്ഛാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ദേവിക മോള് വിളിച്ചായിരുന്നോ? ആ വിളിച്ചിരുന്നു. നന്ദേട്ടന് ചെറിയ പനിയൊക്കെ ആയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ. ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ ചേച്ചി കോളേജിലെത്തും. നന്ദൻ എന്ത് പറ്റി? ചെറിയ പനിയോ ജലദോഷോ എന്തോ ആണ്. ചേച്ചി കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞു. ഇതെടുക്കാതെയാണ് നീ പോന്നേ? അമ്മ, ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. അവിടെ ഫംഗ്ഷൻ നടക്കുവല്ലേ. പിന്നെന്തിനു ഞാനിത് രാവിലെ ഉണ്ടാക്കിയത്? എടുത്തു വെച്ചേ ഇത്. ഈ അമ്മയുടെ ഒരു കാര്യം. പിന്നെ ലാസ്റ്റ് ഞാൻ വീണ്ടും ചോദിക്കുക, മൂത്ത മോളുടെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ടോ? ഒരു അരമണിക്കൂർ കഴിഞ്ഞെത്തിയാലും മതി. വന്നാ കൊള്ളാന്നൊക്കെയുണ്ട്. പക്ഷെ നിങ്ങൾ പിള്ളേർക്കിടയിൽ ഈ കിളവനും കിളവിയൊക്കെ വന്നാൽ നിനക്ക് തന്നെയാ ക്ഷീണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നോളാം. കിളവനും കിളവിയൊക്കെ തന്നെയാ, അതിലൊരു സംശയമില്ല. പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയല്ലേ, ഇതൊരു ചാൻസാ. വേണമെങ്കിൽ വന്നാ മതി. ഞങ്ങൾ വരുന്നില്ല മോളെ, മോള് പോയിക്കോ. ആ ദേ, മഞ്ജു വിളിക്കുന്നു. ലേറ്റായി, ഞാൻ ഇറങ്ങുവാണേ. ആ മഞ്ജു, ഞാൻ ഇറങ്ങി. ആ നന്ദു, വാ. നന്ദ, എങ്ങനുണ്ട്? നന്നായിട്ടൊന്ന് വിശ്രമിക്ക്, ഒന്ന് ഉറങ്ങ്, എല്ലാം ശരിയാവും. മുരളേട്ടന് ബുദ്ധിമുട്ടായില്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. വാ നന്ദു. ദേവിക, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി മുരളേട്ടാ. ശരിടാ, ഞാൻ പോയിട്ട് വരാം. വാ. വാ നന്ദു. ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? ഡോക്ടർ ചോദിച്ചിട്ട് നന്ദു വ്യക്തമായിട്ട് മറുപടി ഒന്നും കൊടുത്തില്ല. 1-2 ജനറൽ ടാബ്ലറ്റ്സ് തന്നു. ഉറക്കമില്ലായ്മ കൊണ്ടായിരിക്കും എന്നൊക്കെയാ പറയുന്നത്. നന്നായിട്ട് വിശ്രമിക്കാനൊക്കെ പറഞ്ഞു. 2 ദിവസം കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ക്ഷീണമൊക്കെ മാറിയോ നന്ദാ? എനിക്ക് ക്ഷീണമൊന്നുമില്ല. പനിയുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് വിശ്രമിക്കണം. എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങിയാൽ മതിയായിരുന്നു.
മോനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട. മോളുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം മുടങ്ങിയല്ലോ. ഓഫീസിൽ ഇൻഫോം ചെയ്തിട്ടില്ലേ? ഊവച്ച, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു ഇന്ന്. എന്താ മോളെ? ഷാരിയുടെ കോളേജില് ആർട്സ് ഡേ ഇനാഗുറേഷന് എന്നെയാ വിളിച്ചിരിക്കുന്നെ. നേരത്തെ ഏറ്റതാ. അവരൊക്കെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുക. സമയം കഴിഞ്ഞിട്ടില്ലല്ലോ. മോള് പോയിട്ട് വാ. മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. അതെ, ചെറിയ പനിയല്ലേ ഉള്ളൂ, ഞങ്ങൾ നോക്കിക്കോളാം. മോള് പോക്കോ. എന്ന് വാ നന്ദു, മുറിയിലോട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കാം. വാ ചെല്ലു മോനെ. വാ. സിദ്ധു, നന്ദൻ എന്തോ ഒരു ഡിപ്രഷൻ ഉണ്ട്. അതൊന്നുകിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഋഷിയുടെ കാര്യത്തില്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. വരട്ടെ, പനി കുറഞ്ഞിട്ട് അവനോട് സംസാരിക്കാം. നന്ദു, സമാധാനമായിട്ട് വിശ്രമിക്ക. ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്താ നന്ദു, വീണ്ടും ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? പറ നന്ദു എന്നോട്, എന്താ ബുദ്ധിമുട്ട്? ഒന്നുമില്ല. എന്തായാലും ഇന്നിനി നന്ദു ഓഫീസിലൊന്നും പോവണ്ട. കെവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്ദുവിന് പനിയാന്ന്. ഡ്രസ് മാറ്റ്. ടീഷർട്ട് എടുത്ത് തരട്ടെ? വേണമെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴിക്കോ. കുറച്ചു നേരം കിടന്നുറങ്ങുമ്പോ എല്ലാം മാറിക്കോളും. പറയുന്ന കേൾക്കുന്നുണ്ടോ? കേട്ടോ. വെള്ളം ചൂടാക്കട്ടെ മേല് കഴുകാൻ? ഇപ്പൊ വേണ്ട. ഡ്രസ് മാറ്റ്. ഈ ടീഷർട്ട് ഇട്ടോ. പിന്നെ ഞാനൊന്ന് ഓഫീസിൽ പൊക്കോട്ടെ. ഒരു 5 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ആ കൂട്ടത്തില് ഷാരിയുടെ കോളേജിലും കയറാലോ. പോയിക്കോട്ടെ. എന്നാ ഞാൻ റെഡി ആവട്ടെ? ഡ്രസ് മാറ്റ. ഞാൻ മാറ്റിക്കോളാം. റെഡി ആയിക്കോ. ശരി. സാധാരണ അങ്ങനെ അസുഖം വരുന്ന പ്രകൃതമല്ലല്ലോ നന്ദമോന്. ഇതിപ്പോ എന്താണാവോ? ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലോ ഗൗരി? മുരളേട്ടൻ വരട്ടമ്മേ, അല്ലെങ്കിൽ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് മതി അമ്മ പോയി അന്വേഷിക്കുന്നൊക്കെ. അമ്മേ. ആ, മുരളി വന്നോ? നന്ദമോനെ ഡോക്ടറെ കാണിച്ചോടാ. എന്താ അസുഖം ഡോക്ടർ പറഞ്ഞോ? അസുഖം എന്താണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. അതെന്താ അങ്ങനെ? നീ കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തേ. എന്താ മോനെ നീ എന്തീ പറയണേ? നന്ദൻ എന്തോ മാനസിക പ്രശ്നമാണെന്നാ തോന്നുന്നേ. എന്തു പറ്റി മുരളേട്ടാ?
എന്തോ ഒരു ഭയം അവന്റെ ഉള്ളിലുണ്ട്. എന്താണെന്ന് ആരോടും പറയുന്നുമില്ല. ഡോക്ടറും കുറെ ചോദിച്ചു മടുത്തതാ. ഇപ്പൊ അങ്ങനെ ഒരു മാനസിക പ്രശ്നം വരാൻ മാത്രം ചന്ദ്രോത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ. ദേവിക അത് തന്നെ പറയുന്നത്. ഇന്നലെ മുതൽ അവന്റെ രീതികളൊക്കെ മാറി തുടങ്ങിയത്. പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ തന്നെ പേടിക്കുന്ന പോലെ. നല്ല പനിയുണ്ട്. ഇനി ദേവികയുടെ പേരിൽ എന്തെങ്കിലും ഭീഷണി വന്നിട്ടുണ്ടാവോ? ദേവികയുടെ പേരിൽ എന്ത് ഭീഷണി? അല്ല, MLA അപകടപ്പെടുത്തി കളയുമെന്നോ മറ്റോ പറഞ്ഞ് വല്ല ഭീഷണി ഫോൺ കോളോ മറ്റോ വന്നിട്ടുണ്ടാവോ? അങ്ങനെ സംഭവിക്കാനും സാധ്യതയുണ്ടല്ലോ മുരളേട്ടാ. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം എന്നോട് പറയണ്ടേ. ചുമ്മാ മനസ്സിൽ പൊതിഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ പുതിയ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമാണോ? അതാ എല്ലാരും ചോദിക്കുന്നേ. പക്ഷെ അങ്ങോട്ട് ചോദിക്കുന്നല്ലാതെ ഇങ്ങോട്ടൊന്നിനും ഉത്തരവില്ല. അപ്പോ ശാരികയുടെ കോളേജിൽ ദേവികയ്ക്ക് പോകാൻ പറ്റില്ലേ? അതിന് പോയേ പറ്റൂ. നന്ദന്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് പോകാന്നാ പറയുന്നത്. വരുന്ന വഴിക്ക് ബ്ലോക്കായിരുന്നു, അതാ ലേറ്റ് ആയത്. എന്താടോ, എന്തു പറ്റി നന്ദന്? സമനില തെറ്റിയ ആളിനെ പോലെയാ നന്ദു പെരുമാറുന്നേ. ഇന്നലെ മുതല് ആകെ ഒരു താളം തെറ്റല. എന്റെ കർത്താവ്, അതെന്താ അങ്ങനെ? ഞങ്ങൾക്കാർക്കും വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. നന്ദു പിടിതരാതെ ഒഴിഞ്ഞു മാറുക. എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്ന പോലെ. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ആശുപത്രി കൊണ്ടുപോയി. അവിടെ ഡോക്ടറോടും ഒന്നും പറഞ്ഞൊന്നുമില്ല. ആന്റി ഇല്ലേ ഇവിടെ? കെവിൻ വരുന്നത് നോക്കിയിരിക്ക. താൻ വാ. കെവിൻ വന്നോ? നന്ദന്റെ കാര്യങ്ങള് ദേവിക പറഞ്ഞല്ലോ അല്ലേ? അവന്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ അടുത്തതിന് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. പെട്ടെന്ന് അവൻ എന്താ പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. കെവിൻ, നേരത്തെ തന്നെ ഞാൻ ചോദിച്ചതാ, കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കമ്പനിയിൽ എന്ത് പ്രശ്നം? പാർട്ണർഷിപ്പിന്റെ പ്രശ്നങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിന്നെ അതിനിടയ്ക്ക് വേറെന്ത് പ്രശ്നം വരാനാ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1 month കഴിഞ്ഞാലല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂ. പിന്നെ ഞാനും നന്ദനും തമ്മിൽ ഒരു ഇഷ്യൂ ഒരിക്കലും ഉണ്ടാവില്ല. അത് ദേവികയ്ക്ക് അറിയാലോ. പിന്നെ ഇന്നലെ രാത്രി കെവിനെ കാണാനെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോവാൻ തുടങ്ങിയത്? ആൻറ്റി, കമ്പനിയെ പല മേഖലകളിലേക്ക് വൈഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറേ പ്ലാനുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്കൊന്ന് ഇരിക്കാമോന്ന് ചോദിച്ചു. അവൻ വരാമെന്നും പറഞ്ഞു. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ വിളിക്കുകയും ചെയ്യില്ലായിരുന്നു. പിന്നെ കമ്പനി കാര്യങ്ങളിൽ അവൻ പെർഫെക്റ്റാ. സ്റ്റാഫുകൾക്ക് നന്ദനെ കുറിച്ച് നല്ല മതിപ്പാ. ദേവിക, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. ഇവര് നല്ല സന്തോഷത്തിലാ കഴിയുന്നത്. പിന്നെ ഞങ്ങൾക്ക് സംശയം വേറൊന്നാ. എന്താ ആന്റി? അവൻ ചിലപ്പോ കെവിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഋഷി എന്ന് പറഞ്ഞ ഒരു പയ്യനുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓ, ഓക്കെ. ഋഷി എനിക്കറിയാം ആന്റി. ഒരു അരുന്ധതിയുടെ മകൻ. ആ പ്രശ്നങ്ങളൊക്കെ അവൻ പറയാറുണ്ട്. ഇനി അതിന്റെ പേരിലുള്ള വിഷമം വല്ലതുമാണോ അവന്? ഋഷിയോട് പകരം ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അവന്. ഞാൻ അവനെ തണുപ്പിച്ച്. അതിന്റെ മാനസിക സമ്മർദ്ദം എന്തെങ്കിലും ആണോ എന്നറിയില്ല. ആന്റി വിഷമിക്കാതെ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കും അറിയില്ല. എന്തായിരുന്നാലും നമുക്ക് കണ്ടെത്താം. ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. അവന്റെ മനസ്സിലെന്താണെന്ന് കണ്ടുപിടിക്കാം. ശരി കെവിൻ.
കെവിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസം കിട്ടുന്നുണ്ട്. അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിക്കുമ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മുമ്പിൽ നിൽക്കുന്ന ആളാ കെവിൻ. നമ്മൾ തടഞ്ഞാലും ലക്ഷ്യം കണ്ടേ കെവിന് സമാധാനാവും. മോൻ അവനോടൊന്ന് സംസാരിക്കേ, അവന്റെ മനസ്സ് മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കേ. എനിക്ക് ഷാരിയുടെ കോളേജിൽ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഉണ്ട്. നന്ദു ഒന്ന് ശാന്തമായാലേ എനിക്ക് സമാധാനമായിട്ട് പോവാൻ പറ്റും. ഡോൺ വറി, ആദ്യം ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. അവന്റെ റൂമൊന്ന് കാണിച്ചു തരൂ. വാ, ഞാൻ അങ്ങോട്ട്. എടാ നന്ദ, കെവിൻ